ഒരു സ്ഥലമോ ഒരു വീടോ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്ക് ഇൻകം ടാക്സ് അതിൻ്റെ മുകളിൽ വരുമെന്നറിയാം. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമുക്ക് വിറ്റ് കിട്ടുന്ന പ്രോപ്പർട്ടിയുടെ മുഴുവൻ തുകയ്ക്കും നമ്മൾ ടാക്സ് കൊടുക്കണമോ? അതായത് ടാക്സ് നമുക്ക് വിറ്റ് കിട്ടുന്ന തുകയ്ക്ക് മുകളിലാണോ അതോ വിറ്റ് കിട്ടുന്ന തുകയിൽ നിന്ന് ലാഭത്തിൽ മാത്രമാണോ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത്? നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയിൽ നിന്നും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ മൈനസ് ചെയ്ത് കിട്ടുന്ന ലാഭം എന്ന് പറയപ്പെടുന്ന സംഭവത്തിനാണ് നമ്മൾ ടാക്സ് നൽകേണ്ടി വരുന്നത്. നമുക്ക് ലാഭം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്തൊക്കെ ടൈപ്പ് ക്യാപിറ്റൽ അസറ്റ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ പ്രോപ്പർട്ടി, അതായത് ലാൻഡ്, വീട്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അങ്ങനെയുള്ള ലാൻഡഡ് വസ്തുക്കളെയാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ അസറ്റിനെ, അതായത് ഈ പ്രോപ്പർട്ടിയെ നമ്മൾ 24 മാസത്തിൽ താഴെയാണ് കൈവശം വെച്ചിട്ടുള്ളതെങ്കിൽ, അതായത് വാങ്ങിയതിൽ നിന്ന് 24 മാസമായിട്ടില്ല എങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും, അതേസമയം നമ്മളതിനെ കൈവശം വെച്ചത് 24 മാസത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ലാഭം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് കൊടുത്തിട്ടാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് കൊടുത്തതാണ് വരുന്നതെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു വസ്തു വിൽക്കുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്നത് ആ വസ്തു വിറ്റ് കിട്ടിയ തുകയിൽ നിന്നും ആ വസ്തു വിൽക്കാനുണ്ടായ സെല്ലിംഗ് എക്സ്പെൻഡിച്ചേഴ്സിനെയും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വസിഷനെയും മൈനസ് ചെയ്തുകൊണ്ടാണ്. സെല്ലിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഇടനിലക്കാരായ ബ്രോക്കർമാർക്കോ അല്ലെങ്കിൽ വിൽക്കാൻ ആവശ്യമായി വരുന്ന ഏതെങ്കിലും തരത്തിൽ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഇൻകർ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചേഴ്സിനെ സെല്ലിംഗ് എക്സ്പെൻഡിച്ചേഴ്സ് എന്നും, കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിയപ്പോൾ പ്രോപ്പർട്ടിക്കായി നൽകിയ തുക, നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി, നിങ്ങളുടെ റൈറ്റിംഗ് ചാർജസ്, അതേപോലെ തന്നെ വാങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ബ്രോക്കറേജ് നൽകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രോക്കറേജ്, ഇതെല്ലാം കൂടിയിട്ടാണ് നിങ്ങൾ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെയിൽ കൺസിഡറേഷനിൽ നിന്നിട്ട് സെല്ലിംഗ് എക്സ്പെൻഡിച്ചേഴ്സും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയ സ്ഥലത്തിൻ്റെ വില, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ കോസ്റ്റ്, ബ്രോക്കറേജ് എന്നിവ മൈനസ് ചെയ്ത് കിട്ടുന്ന തുകയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിനിനെ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഷോർട്ട് ടേം അസറ്റിന് മുകളിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിനിനെ സാധാരണ മറ്റ് ഇൻകങ്ങളെ പോലെ തന്നെ ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ചെയ്യുന്നത്. 2025-26 ഫൈനാൻഷ്യൽ ഇയറിലെ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് 0 to 4 lakhsന് 0%, 4 to 8 lakhsന് 5%, 8 to 12 lakhsന് 10%, 12 to 16 lakhsന് 15%, 16 to 20 lakhsന് 20%, 20 to 24 lakhsന് 25%, 24 lakhsന് മുകളിലുള്ള ഇൻകത്തിന് 30% ടാക്സ് ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ 2 ലക്ഷമാണെന്ന് കരുതുക. ഈ 2 ലക്ഷം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമുക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2 ലക്ഷവും അതിന് മുകളിൽ 0% ടാക്സുമാണ് നൽകേണ്ടി വരിക. കാരണം നമ്മൾ വരുന്നത് 0 to 4 lakhs എന്ന സ്ലാബിൻ്റെ അടിയിലാണ് വരിക. അതിന് 0% ആണ് ടാക്സ്. അതേസമയം നമ്മൾക്ക് 12 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ കൂടെയാണ് ഈ 2 ലക്ഷം രൂപ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മളുടെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് 14 ലക്ഷവും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ടാക്സ് 90,000 രൂപയുമാകുന്നു. കാരണം നമ്മൾ 0 to 4 lakhന് മുകളിലേക്ക് പോയി സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ടാക്സ് 90,000 രൂപയുമാണ് വരുന്നത്. ഇനി നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സിനെ കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്കുണ്ടാകുന്നത് ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ, അതായത് 24 മാസം കൈവശം വെച്ച്, 24 മാസമോ അതിൽ കൂടുതലോ കൈവശം വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ആ പ്രോപ്പർട്ടി വിറ്റതെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായി കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ 12% ടാക്സ് നൽകാം, അല്ലെങ്കിൽ 20% ടാക്സ് നൽകാം. ഇതിനെ നമ്മൾക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ 2014-15 വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിയെന്ന് കരുതുക. നിങ്ങൾ 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ അതിനെ 17 ലക്ഷം രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ 17 ലക്ഷം രൂപയായ സെയിൽ കൺസിഡറേഷനിൽ നിന്ന്
10 ലക്ഷം രൂപയായ പർച്ചേസ് എമൗണ്ടിനെ മൈനസ് ചെയ്ത് വരുന്ന 7 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിനിന് 12% 87,500 രൂപ ടാക്സ് ആയി നൽകാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെയിൽ കൺസിഡറേഷനായ 17 ലക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റിനെ മൈനസ് ചെയ്തുകൊണ്ട്, അതായത് വാങ്ങിയ 10 ലക്ഷം രൂപയെന്നല്ല, ഇൻഡെക്സ്ഡ് കോസ്റ്റിനെ മൈനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 20% ടാക്സ് അടക്കാവുന്നതാണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റത്തെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ 2014-15 കാലഘട്ടത്തിൽ വാങ്ങിയ പെട്രോളിൻ്റെ വിലയും ഇപ്പോൾ വാങ്ങുന്ന പെട്രോളിൻ്റെ വിലയും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ പാലിൻ്റെ വില കണക്കാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എന്ത് വസ്തുക്കളുടെ വില കണക്കാക്കുകയാണെങ്കിലും 14-15 കാലഘട്ടത്തിലെ വിലയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വിലയും വ്യത്യാസമാണ്. ഇതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഈ ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട്, ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ഗവൺമെൻറ് എല്ലാ കൊല്ലവും ഒരു ഇൻഡെക്സ്ഡ് റേറ്റ് നമുക്ക് കൊണ്ടുവരും. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ 2001-2 കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് ഗവൺമെൻറ് കൊണ്ടുവന്ന ഇൻഡെക്സ്ഡ് റേറ്റ് മൊത്തം കാണാവുന്നതാണ്. ഈ ഇൻഡെക്സ്ഡ് റേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ 2014-15 കാലഘട്ടത്തിൽ 10 ലക്ഷം രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിനെ നമ്മൾക്ക് 363 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 240 വെച്ച് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഇൻഡെക്സ്ഡ് വാല്യൂ, അതായത് അപ്രീഷിയേറ്റഡ് വാല്യൂ കാണുവാനായിട്ട് ഈ 10 ലക്ഷം രൂപയെ 363 കൊണ്ട്, അതായത് വിറ്റ കൊല്ലത്തിലെ ഇൻഡെക്സ്ഡ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വാങ്ങിയ കൊല്ലത്തെ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 15,12,500 രൂപയായി മാറുകയും ആ 15,12,500 രൂപയെ സെയിൽ കൺസിഡറേഷനായ 17 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 1,87,500 രൂപയായി നിങ്ങളുടെ ലാഭം മാറും. ഈ 1,87,500 രൂപയുടെ 20%-മായ 37,500 രൂപയാണ് നിങ്ങൾക്ക് ടാക്സ് ആയി നൽകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനുകളും വിലയിരുത്തിക്കൊണ്ട് ലാഭകരമായ ഓപ്ഷനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ NRIക്ക് അവൈലബിൾ അല്ല. NRIനെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 2024 ശേഷം വിറ്റ എല്ലാ വസ്തുക്കൾക്കും ആകെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ കൺസിഡറേഷനിൽ നിന്ന് പർച്ചേസ് വാല്യൂവിനെ മൈനസ് ചെയ്ത്, അല്ലെങ്കിൽ പർച്ചേസ് വാല്യൂവും ബാക്കി നേരത്തെ പറഞ്ഞ പോലെ അക്വിസിഷൻ കോസ്റ്റ് എല്ലാം മൈനസ് ചെയ്തതിന് ശേഷം വരുന്ന ഗെയിനിൻ്റെ മുകളിൽ 12% കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് NRIക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇംപ്രൂവ്മെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു വസ്തു വാങ്ങിയതിന് ശേഷം മതിൽ കെട്ടുക, കിണർ കുത്തുക, മണ്ണടിക്കുക, അല്ലെങ്കിൽ വീട് നിർമ്മിക്കുക പോലുള്ള ഈ വസ്തുവിനെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ മൂല്യം കൂടുവാനോ നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഇംപ്രൂവ്മെൻറ്റിനെയും നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഒപ്പം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സെയിൽ കൺസിഡറേഷനിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. അതായത് സെയിൽ കൺസിഡറേഷനിൽ നിന്ന് കോസ്റ്റ് വാങ്ങിയ തുകയോടൊപ്പം തന്നെ ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റും മൈനസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ വിൽക്കുന്നത് ഒരു ഷോർട്ട് ടേം അസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റും കൂടി കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതും, അതേസമയം നിങ്ങൾ വിൽക്കുന്നത് ഒരു ലോങ് ടേം അസറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സേഷൻ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ഇംപ്രൂവ്മെൻറ്റിനും ഇൻഡെക്സേഷൻ ലഭിക്കുന്നതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സേഷൻ ലഭിക്കുക, അതായത് ലോങ് ടേം അസറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഡെക്സേഷൻ ലഭിക്കും. പക്ഷേ ഇൻഡെക്സേഷൻ ലഭിക്കുക എന്നാണോ ഈ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്നത് ആ ഇയർ മുതലാണ് നമുക്ക് ഇൻഡെക്സേഷൻ ലഭിക്കുക. ഇതിനെയും നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ 2014-15 കാലഘട്ടത്തിൽ 1 കോടി രൂപക്ക് ഒരു സ്ഥലം വാങ്ങി എന്ന് വെക്കുക. അവിടെ നമ്മൾ 2019-20 ഒരു 75 ലക്ഷം രൂപക്ക് വീട് നിർമ്മിക്കുകയാണെങ്കിൽ ലാൻഡിൻ്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 കോടി ഇൻറ്റു 363 ഡിവൈഡഡ് ബൈ 240 എന്ന് പറയുന്നത് 2014-15 കാലഘട്ടത്തിലെ ഇൻഡെക്സേഷൻ വാല്യൂ ആണ്. അന്ന് വെച്ചാൽ 1,51 ലക്ഷം രൂപ. അതേസമയം നിങ്ങൾ ഇംപ്രൂവ്മെൻ്റ് ആയ വീട് നിർമ്മാണം നടത്തിയത് 2019-20 കാലഘട്ടത്തിലായതുകൊണ്ട് 75 ഇൻറ്റു 363 ഡിവൈഡഡ് ബൈ 289, അതായത് 289 എന്ന് പറയുന്നത് 2019-20 കാലഘട്ടത്തിലെ ഇൻഡെക്സ് ആണ്. അതായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 94,20,000 രൂപയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ ആയിട്ട് ലഭിക്കുക. ഇങ്ങനെ ഇൻഡെക്സ് ചെയ്ത് കിട്ടിയ വാല്യൂ കൂടിയിട്ട് നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതും ആ മൊത്തം തുകയെ നമുക്ക് സെല്ലിംഗ്
പ്രൈസിൽ നിന്ന്, അതായത് സെയിൽ പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതുമാണ്. ഇനി വരുന്നൊരു ചോദ്യമാണ്, എപ്പോഴും ഇൻഡെക്സ്ഡ് ചെയ്ത് 20% ടാക്സ് കൊടുക്കുന്നതാണ് ലാഭം? ഇതിനെയും നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. 2001-2 കാലഘട്ടത്തിൽ 1 കോടി രൂപക്ക് നമ്മൾ വാങ്ങിയ ഒരു വസ്തുവിനെ 2024-25 കാലഘട്ടത്തിൽ 10 ലക്ഷം രൂപക്ക് വിറ്റു എന്ന് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 3,63,00,000 രൂപയും നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 6,37,00,000 രൂപയായി വരുന്നതാണ്. ഈ 6,37,00,000 രൂപയുടെ മുകളിൽ 20% ടാക്സ് എന്ന് പറയുന്നത് 1,27,40,000 രൂപയാകുന്നു. അതേസമയം നിങ്ങൾ ഇൻഡെക്സേഷൻ ഇല്ലാതെ 10 കോടിയിൽ നിന്ന് 1 കോടി രൂപ മൈനസ് ചെയ്തുകൊണ്ട് 9 കോടി രൂപയുടെ മുതൽ 12% ടാക്സ് നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെറും 1,12,00,000 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ടാക്സായി വരിക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷനായ അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാത്ത 12% ചൂസ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എക്സ്പോണൻഷ്യലി കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 12% ലാഭകരമായി വരിക. എല്ലാ അവസരങ്ങളിലും നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുമ്പോൾ 12% ഓപ്ഷനും 20% ഓപ്ഷനും കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ലാഭം ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് എക്സ്പോണൻഷ്യലായി നിങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ 12% എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലാഭകരമായി വരിക. ഏതൊരു സമയത്തും നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുമ്പോൾ 20% ഓപ്ഷനും 12% ഓപ്ഷനും കാൽക്കുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ ലാഭകരം ആ ഒരു ലാഭകരമായ ഓപ്ഷനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ക്യാപിറ്റൽ അസറ്റ് വിറ്റുകൊണ്ടുള്ള ലാഭത്തിനെ കുറിച്ച് ഇത്ര നേരം സംസാരിച്ചു. ഇനി നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ക്യാപിറ്റൽ അസറ്റിനെ വിറ്റ് ഉണ്ടാകുന്ന നഷ്ടത്തിനെ ക്യാപിറ്റൽ ലോസ് എന്ന് വിളിക്കുകയും ഈ ക്യാപിറ്റൽ ലോസ് ഒരു ഷോർട്ട് ടേം നേച്ചറിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്യാപിറ്റൽ അസറ്റ് വിറ്റുകൊണ്ടുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻസിനെ, അതായത് ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും അതിൻ്റെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ നഷ്ടമുണ്ട്, ഷോർട്ട് ടേം ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷമോ 6 ലക്ഷമോ നിങ്ങൾക്ക് ലാഭം വേറൊരു അസറ്റ് വിറ്റിട്ട് ഷോർട്ട് ടേം ആയിക്കോട്ടെ ലോങ് ടേം ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ വേറെ ലാഭങ്ങളൊന്നുമില്ല, പ്രോപ്പർട്ടി വിട്ട് ലാഭങ്ങളൊന്നും ഇല്ല എങ്കിൽ അടുത്ത 8 വർഷങ്ങളിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതും ഈ 8 വർഷങ്ങളിൽ വരുന്ന ലോങ് ടേമോ ഷോർട്ട് ടേമോ ആയ ഗെയിൻസിനെ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അതായത് പിന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന പ്രോഫിറ്റിനെ നമ്മൾക്ക് ഇത് വെച്ച് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള തുകക്ക് മാത്രം 8 വർഷത്തിൻ്റെ അകത്താണെങ്കിൽ ടാക്സ് നൽകിയാൽ മതി. ഇനി അതേസമയം ലോങ് ടേം ലോസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ വർഷത്തിൽ വേറെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അതുമായും, ഇനി ഈ വർഷത്തിൽ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല എങ്കിൽ വരുന്ന 8 വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതും ഈ 8 വർഷങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുകക്ക് മാത്രം ടാക്സ് നൽകിയാൽ മതിയാവുന്നതാണ്. നമ്മൾ നേരത്തെ ടാക്സ് സ്ലാബ് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടു 0 to 4 lakhs വരെ 0%, 4 മുതൽ അങ്ങോട്ടേക്ക് ഓരോ 4 ലക്ഷം രൂപക്കും 5-10% ടാക്സുകൾ നമുക്ക് ബാധകമാണെന്ന് കണ്ടു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 12 ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ 60,000 രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നതാണ്. എന്നാൽ ഈ ടാക്സ് ലയബിലിറ്റി 0 ആകുന്നത് 87A റിബേറ്റ് എന്ന് പറഞ്ഞ റിബേറ്റിലൂടെ നിങ്ങൾക്ക് ഒരു ടാക്സിൽ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് 60,000 രൂപയാണ് ടാക്സ് എങ്കിൽ 12 ലക്ഷം രൂപ വരെ 12 ലക്ഷമാണ് നിങ്ങൾ വരുമാനമെങ്കിൽ 60,000 രൂപയാണ് അതിന് മുകളിൽ ടാക്സ് വരിക. ഈ ടാക്സിനെ റിബേറ്റ് എന്ന രൂപേണെ ഒരു 60,000 രൂപ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി 0 ആകുന്നത്. ഇനി നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ ഈ റിബേറ്റ് കിട്ടുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. അതൊരു 12 ലക്ഷം രൂപയാണെങ്കിൽ 60,000 രൂപയാണ് ടാക്സ് ആവുക. ഈ 60,000 രൂപയ്ക്കും നമുക്ക് സാധാ ടാക്സ് ലാബിൾ ടാക്സ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ 60,000 രൂപക്കും നമുക്ക് എന്ത് കിട്ടുന്നതാണ്, 87A റിബേറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ 0 rupees നമുക്ക് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരിക. ഇനി ഇതേ 12 ലക്ഷം രൂപ നമുക്കൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 20% ടാക്സിൽ 2,40,40,000 രൂപയാണ് ടാക്സ് ആയിട്ട് ലഭിക്കുക.
അപ്പോൾ ഈ ടാക്സ് 2,40,000 കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ 60,000, അതായത് നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപയാണല്ലോ, അപ്പോൾ ഈ 60,000 രൂപ 87A റിബേറ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല, അതൊരിക്കലും പറ്റുകയില്ല. ഈ ഫ്ലാറ്റ് റേറ്റിൽ, അതായത് 20%, 12% പോലെയുള്ള ഫിക്സഡ് റേറ്റിൽ ടാക്സബിൾ ആവുന്ന ഒരു വരുമാനത്തിനും നമുക്ക് 87A റിബേറ്റ് ലഭിക്കുന്നതല്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. വരും വീഡിയോകളിലൂടെ നമ്മൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. താങ്ക്